ഞാൻ അങ്ങനെ കത്തെഴുതി. ഞാൻ വൈകുന്നേരം മാവേലി എക്സ്പ്രസ് വരുമ്പം ചാടാൻ കണക്കാക്കി നിൽക്കുക. ഞാൻ ഇരുട്ടത്ത് മാറി ഒരു ബെഞ്ചിൽ ഇരുന്നു. കണ്ണുനീരോട് കൂടി എൻ്റെ മക്കളെ മനസ്സിൽ വിചാരിക്കുന്ന, എനിക്ക് കരയുന്നില്ല, ശരിക്കും ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. ഇന്നിവിടെ ഞാൻ നിൽക്കാൻ അനുഭവം ഉണ്ടായത് എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു. ഒരു 7:45 7:30 ഒരു ചേച്ചി വന്നു. അന്ന് കൃപാസനം എന്ന് പറയുന്നത് അത്ര പ്രശസ്തിയില്ല. ഈ ഒരു ചേച്ചി വന്നു, ഒരു പത്രവും കൊണ്ട് വന്നു. എന്നോട് പറഞ്ഞു, മോളെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, ഈ പത്രം വായിക്കുന്നത്. ദേഷ്യപ്പെട്ടു. ഈ പത്രം വായിക്കാനുള്ള മാനസികാവസ്ഥയല്ല എനിക്ക്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു. ഈ ചേച്ചി എൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുവാണ്. ചേച്ചി തൊട്ടപ്പുറത്തെ കസേരയിൽ ഈ പത്രം വെച്ചു. മോളെ ഞാൻ പോയിട്ട് എനിക്ക് സമാധാനമില്ല, ഈ പത്രം ഞാനിവിടെ വെച്ചിട്ട് പോവുകയാണ്, ഈ പത്രം മോൾക്കൊരു ഉത്തരം തരും, മോൾ കരയുമല്ലേ, മനസ്സുണ്ടെങ്കിൽ ഇതെടുത്ത് വായിക്കൂ. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധ ഈ പത്രത്തിലേക്ക് വന്നു. വെറുതെ ഞാൻ ഈ പത്രം കയ്യിലെടുത്തു. ഈ പത്രം കയ്യിലെടുത്തു. ആദ്യം നോക്കുമ്പോൾ